ഈ പുസ്തകത്തിന് ചേട്ടാ, ഈ പുസ്തകത്തിന് എന്തെങ്കിലും പേര് താങ്കൾ നിർദ്ദേശിച്ചിരുന്നു? ഒരു പേരും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഈ പേരൊക്കെ ഒരു പേരും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് കവർ പേജും ആരും നിർദ്ദേശിച്ചിട്ടില്ല. അത് നിർദ്ദേശിക്കണമെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ ഇത് ആരെങ്കിലും ഒരാൾ ഏൽപ്പിക്കണ്ടേ? ഇവരെ ഏൽപ്പിച്ചിട്ടില്ല. DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഏത് പുറത്തു വന്ന പേജുകൾ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് രാവിലെയല്ലേ ആ പേജുകൾ ഈ TV വന്നാൽ പേജ് വായിക്കാൻ കഴിയും. എൻ്റെ കൈവശം ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയത് മാത്രമാണ്. ആ എഴുതിയത് ഒരു അച്ചടിച്ച് ഒരു പ്രിൻ്റായി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ സൂക്ഷിക്കും. ഏതാണ്ട് എത്ര പേജുകൾ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്? ഞാൻ എനിക്ക് ഇപ്പോൾ എൻ്റെ തോന്നുന്നത് ഒരു 100-200 പേജായിട്ടുണ്ടാവും. എനിക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവരോട് ഞാൻ അതിൻ്റെ ആളെ ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പാർട്ടീൻ്റെ അല്ല ഈ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്? നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഇത്? നിങ്ങൾ അതാലോചിക്കരുത്. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് രാവിലെ 10:00. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റ് നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ബോധപൂർവമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. രവി DC ആയിട്ടാണോ സംസാരിച്ചത്? രവി അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹയുടെ വിദേശത്താണ്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് അടിനിരട്ടം എന്നെ വിളിക്കാൻ പറഞ്ഞു. ഇതുവരെ വിളിച്ചില്ല? അല്ല, ഞാൻ രാവിലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ അയാൾ എന്നെ വിളിച്ചു. പിന്നീട് അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിശദീകരണമൊന്നുമില്ല, അത് അന്വേഷിക്കുക, എന്താണെന്നറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇവിടെയുള്ള ആരോ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് കോട്ടയത്തുള്ള ബുക്സിലുള്ള അദ്ദേഹം ഒരു എന്താണെന്നുള്ളത് വ്യക്തമാക്കാത്ത നിലയാണ്. എന്നറിയില്ല, അന്വേഷിക്കാം. രാവിലെ ഈ വാർത്ത വന്നതിന് ശേഷം, ഈ വാർത്ത വന്നപ്പോഴല്ലേ ഞാനിതറിയുന്നത്. അല്ലാണ്ട് എൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ ഞാനിപ്പോൾ P. ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കോഴിക്കോട്. ഒരു പ്രസാധകൻ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹമല്ലേ ആളുകളെ ക്ഷണിച്ച് പ്രസിദ്ധീകരിക്കുക. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഇതിങ്ങനെ നടത്താനും DC ബുക്സുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നു, അതെൻ്റെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രം എഴുതുമ്പോൾ എൻ്റെ ജീവിത കഥകളാണ്. ആ കഥകൾ ഞാൻ എല്ലാം എഴുതി, എനിക്ക് എഴുതാൻ പറ്റാവുന്ന, ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എഴുതാൻ പറ്റാവുന്ന കുറച്ചും കൂടി ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി എഴുതി ഒരു ഏജിൽ അത് നിർത്തി. ഇത്രാമത്തെ വയസ്സിൽ ഞാൻ എഴുത്തു. അങ്ങനെ അത് സമാപിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഈ ജീവചരിത്രം ഇവിടെ നിർത്തുന്നു. ഇനി അടുത്ത ജീവചരിത്രം ഇനി അങ്ങോട്ട് പിന്നീട് എന്ന് അതിൻ്റെ അവസാന ഭാഗം ചേർക്കാനൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗൂഢാലോചന ആണെങ്കിൽ ഇങ്ങനെ ഗൂഢാലോചന ആരാണ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതാണ് എനിക്കും അറിയാത്തത്, മനസ്സിലാക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇങ്ങനെ അതെ, ഇത് വ്യക്തിഹത്യ, അതുവഴി പാർട്ടിയെ തകർക്കുക, തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പാർട്ടിക്കുള്ളിലാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തിയാലല്ലേ പറയാൻ പറ്റൂ. പറയാതെ ഏതെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുന്നത് ശരിയാണോ? എനിക്ക് വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയാലേ ഞാൻ കാര്യങ്ങൾ പറയൂ. തീർച്ചയായും അതാണ് പോലീസോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്നതിനേക്കാളും പോലീസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പോലീസ് അന്വേഷണം